ഈ പൊതുവെ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഇങ്ങനെ പറയുന്നത് കണ്ട് ബ്രേക്കർ താഴെ കിടക്കുന്നു, അപ്പോൾ പെട്ടെന്ന് കറണ്ട് ഇല്ലാതായി അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്? നമ്മുടെ ഒരു വലിയൊരു പ്രശ്നമാണ്. അതായത് നമുക്ക് രണ്ട് തരം ബ്രേക്കറുകളാണ് വീടുകളിലുള്ളത്. പ്രത്യേകിച്ച് പുതിയ വയറിങ്ങിലും പഴയ വയറിങ്ങിലൊന്നും നമുക്ക് ചിലപ്പോൾ ബ്രേക്കറൊന്നും ഉണ്ടാകണമെന്നില്ല. കാരണം ബ്രേക്കർ എന്ന് പറഞ്ഞാൽ MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. അത് ഏതെങ്കിലും രീതിയിൽ ഒരു പരിധി കൂടുതൽ കറണ്ട് സർക്യൂട്ടിൽ ഒഴുകി കഴിഞ്ഞാൽ ഓഫ് ആകേണ്ട സാധനമാണ്. അതോടൊപ്പം തന്നെ അത് ചിലപ്പം MCB ഒരു 4-5 ഒക്കെ ഒരു വീട്ടിലുണ്ടാകാം. ഓരോ സൈഡിലേക്കും ഓരോ MCB ആയിട്ട് ഇത് ട്രിപ്പായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വീട്ടിലെ ഒരു ഭാഗത്തെ കറണ്ട് മാത്രമേ ചിലപ്പം പോയിട്ടുണ്ടാവുള്ളൂ ഒരു MCB ട്രിപ്പായി കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ ടെക്നിക്കലി RCCB, റെസിസ്റ്റൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നതാണ് ശരി. അങ്ങനെ ഒരു ഡിവൈസും കൂടി ഉണ്ടാകും. ഇതും ഇതേപോലെ തന്നെ ട്രിപ്പായി പോകും. പക്ഷേ ഇത് രണ്ടും നമ്മളിപ്പം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ELCB ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും MCBയെ തെറ്റിദ്ധരിച്ചിട്ട് ഉണ്ട് എന്നാണ് പറയുക. പക്ഷേ MCB ഒരിക്കലും നമുക്കൊരു ഇലക്ട്രിക്കൽ ഷോക്കിൽ നിന്ന്, നമുക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് കറണ്ട് പോയി നമുക്ക് അപകടം ഉണ്ടാകുന്ന ഒരു ഷോക്കിൽ നിന്നും ഒരു MCB നമ്മളെ ഒരിക്കലും പ്രൊട്ടക്ട് ചെയ്യില്ല. പ്രൊട്ടക്ട് ചെയ്യുന്നത് RCCB അല്ലെങ്കിൽ ELCB ആണ്. ELCBൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ മുകളിൽ ചെറിയൊരു പുഷ് ബട്ടൺ ഉണ്ടാകും. നമുക്കതിന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തനിയെ ഓഫ് ആകും. അന്നേരം ഈ പുഷ് ബട്ടൺ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കൊന്ന് പിടിച്ച് ഒരു 4-5 മാസം കൊടുക്കും. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കണം. പ്രസ് ചെയ്യുമ്പോൾ ഇത് ട്രിപ്പ് ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ELCB ഒരു 90% വർക്ക് ചെയ്യുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പലപ്പോഴും നമ്മളെ വീടുകളിലൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഇലക്ട്രീഷ്യൻ വന്ന് ചെയ്തു പോയി, പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ആരും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു അപകടം സംഭവിക്കുമ്പോഴായിരിക്കും ഈ കാര്യങ്ങൾ അറിയാം. ഇപ്പം 2019 തെങ്ങിലക്കടവ് ഒരു അപകടം ഉണ്ടായത് അവിടെ RCCB ഒക്കെ ഉണ്ട്. ആ വീട് RCCB ഒക്കെ ഉള്ള വീടാണ്. പക്ഷെ അത് അവിടെ വർക്ക് ചെയ്തിട്ടില്ല. അത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരാൾ അവിടെ പ്ലംബിങ്ങിൻ്റെ പണിക്ക് വന്ന ഒരു തൊഴിലാളി ഷോക്കേറ്റ് മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. പലപ്പോഴും നമ്മളിത് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അപകടങ്ങൾ, ഷോക്കേറ്റുള്ള അപകടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ അയൺ ബോക്സ് എന്നൊക്കെ അപകടങ്ങളൊക്കെ ലീക്കായിട്ട് ധാരാളം അപകടങ്ങളുണ്ടായി, ധാരാളം സ്ത്രീകളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ELCBയും ഇതിൻ്റെ ഒരു പ്രധാനം ELCBയും MCBയും തമ്മിൽ തിരിച്ചറിയുകയാണ്. മനസ്സിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ELCBയിൽ ഒരു പുഷ് ബട്ടൺ, ഒരു പ്രസ് ചെയ്യുന്ന ഒരു സ്വിച്ച് ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് നോക്കണം. MCBയിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പം ഇതേ സാഹചര്യത്തിൽ പക്ഷേ ഇത്തരത്തിലുള്ള പരിശോധനകളൊന്നും സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ ചെയ്തു വരും. പ്രത്യേകിച്ച് ഈ പഴയ വീടുകളൊക്കെ ആകുമ്പോൾ സാർ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള സംവിധാനങ്ങളൊക്കെ കുറവായിരിക്കും. അത് എത്രത്തോളം അപകടകരമാണ്? അത് ഒരു പഴയ വീടുകളാകുമ്പം ഞങ്ങൾക്കും ഇത് ഓരോ വീടുകളിൽ കയറി ചെക്ക് ചെയ്യുന്നത് പ്രാവർത്തികമായ കാര്യമല്ല KSEBിനെ സംബന്ധിച്ചും. പഴയ വീടുകളാകുമ്പോൾ കൂടുതൽ ഇനി പഴയ വീട്ടിൽ എന്തെങ്കിലും ഒരു സർവീസ് KSEBിയുടെ രീതിയിൽ ലോഡ് മാറ്റം, താരിഫ് മാറ്റം, അങ്ങനെ ഏതെങ്കിലും ഒരു സർവീസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഉദ്യോഗസ്ഥൻ അവിടെ പോയാൽ നിർബന്ധമായിട്ട് ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പഴയ വയറിംഗ് ആയിരിക്കാം, അവിടെ അപകടത്തിന് സാധ്യതയുണ്ട്. ഇതിന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൽ അംഗീകൃത ഇലക്ട്രീഷ്യന്മാരുണ്ട്. അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അംഗീകരിച്ച ലൈസൻസ് കൊടുത്ത ഇലക്ട്രീഷ്യന്മാരുണ്ട്. അവരുടെ സഹായത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെക്ക് ചെയ്ത് തന്നെ നമ്മൾ പലപ്പോഴും നമ്മളെ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അപകടം ഉണ്ടാകുന്നവരെ നമ്മളതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരിക്കലും ബോധവാന്മാരാകില്ല. അരീക്കാട് സെക്ഷനിലെ കൊളത്തറ എന്നൊരു പ്രദേശത്ത് അടുത്ത കാലത്ത് ഒരു 32 വയസ്സുള്ള ഒരു യുവതി മരിച്ചു, ഷോക്കേറ്റിട്ട് മരിച്ചു. അതിലുണ്ടായിരുന്ന പ്രശ്നം ഇതേപോലെ, അവിടെ പഴയ വീടായിരുന്നു. പഴയ വീടായതുകൊണ്ട് തന്നെ അവർ വയറിംഗ് ഒക്കെ, ഫാനിൻ്റെ വയറിംഗ് ഒക്കെ ആ വീട്ടിലെ ആൾക്കാർ തന്നെ ഒരു അംഗീകൃത ഇലക്ട്രീഷ്യൻ്റെ സഹായമൊന്നും ഇല്ലാതെ അവരെ ചെയ്തതാണ്. അങ്ങനെ അതിൽ നിന്നും ഫാനിൽ നിന്ന് ഷോക്ക് പോയി. അത് സ്റ്റെയർ കേസിൻ്റെ കമ്പി കൈവരിയിൽ പോയി. ആ കൈവരിയിൽ നിന്ന് ഷോക്കേറ്റ് ആ സ്ത്രീ മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. അവിടെ RCCB ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടത്തിന് സാധ്യതയില്ല. അതോടൊപ്പം തന്നെ അതൊരു അംഗീകൃത ഇലക്ട്രീഷ്യനെ കൊണ്ടാണ് ഈ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയാം, അപകടത്തിൻ്റെ സാധ്യത അറിയാം, എങ്ങനെ വയർ ചെയ്യണമെന്ന് അറിയാം. അവരത് കൃത്യമായി കണ്ടറിഞ്ഞ് ഇങ്ങനെയുള്ള സുരക്ഷാ ഉപകരണങ്ങളൊക്കെ ഘടിപ്പിച്ചുകൊള്ളും. പലപ്പോഴും നമ്മൾ തന്നെ ഇതൊക്കെ നമ്മൾ കുറേ കണ്ടതാണ് എന്നൊരു ധൈര്യത്തിൽ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്.